ചരിത്രം കണ്ടിട്ടുള്ള ഏതൊരു മരണത്തെക്കാളും ഭയാനകമായിരുന്നു ദൈവപുത്രൻ്റെ ക്രൂശ് മരണം. അതുപോലൊരു മരണം മുൻപുണ്ടായിട്ടില്ല, ഇനി ഉണ്ടാകുകയുമില്ല. ആ മരണത്തിൻ്റെ സ്മരണകളിലൂടെ ദുഃഖവെള്ളി ആചരിക്കുവാൻ ഒരുങ്ങുമ്പോൾ ഒരു ചോദ്യം ചോദിക്കുവാൻ ഞാൻ ആഗ്രഹിക്കുകയാണ്. വാസ്തവത്തിൽ ഇത് ദുഃഖവെള്ളിയാണോ അതോ നല്ല വെള്ളിയോ? ഇന്നേക്ക് ഏകദേശം 2000 വർഷങ്ങൾക്ക് മുമ്പ് ശരീരം മുഴുവൻ മുറിപ്പാടുകളുമായി ജെറുസലേം തെരുവീതികൾ രക്തപൂരിതമാക്കിക്കൊണ്ട് മുറിവുകൾ നിറഞ്ഞ തോളിൽ മരക്കുരിശും ചുമന്ന് കാൽവറി മലയുടെ മുകളിലേക്ക് യേശുക്രിസ്തു നടന്നു നീങ്ങുമ്പോൾ സമീപത്തു നിന്ന് നേരിൽ കണ്ട് അലമുറയിട്ട് നിലവിളിച്ചവരോടായി അവിടുന്ന് പറഞ്ഞു, നിങ്ങൾ എന്നെ ചൊല്ലി കരയണ്ട, നിങ്ങളെയും നിങ്ങളുടെ മക്കളെയും ചൊല്ലി കരയുവിൻ. കാരണം അവിടുന്ന് മരിക്കാൻ വേണ്ടിയാണ് മാനവരൂപം പ്രാപിച്ചത്. ഇത് അവിചാരിതമായൊരു മരണമായിരുന്നില്ല, സ്വർഗം തീരുമാനിച്ചുറപ്പിച്ച പ്രതിപകര പ്രായശ്ചിത്ത മരണമായിരുന്നു അത്. ക്രിസ്തു മരണം ആസ്വദിച്ചു എന്നാണ് ബൈബിളിൽ രേഖപ്പെടുത്തിയിരിക്കുന്നത്. ചാട്ടവാറടികളും നിന്ദയും പരിഹാസവും ഉൾക്കിരീടവും എല്ലാം ഏറ്റുവാങ്ങിക്കൊണ്ട് ഉള്ളങ്കാൽ മുതൽ ഉച്ചവരെയും ദേഹം ആ സകലം മുറിവുകളാൽ നിറഞ്ഞ് ഒടുവിൽ കാരിരും പാണികളാൽ കലുകാലുകൾ കുരിശിൽ തറയ്ക്കപ്പെട്ട് വേദന കൊണ്ട് നീറിപ്പുളയുമ്പോൾ എങ്ങനെയാണ് മരണം ആസ്വദിക്കാൻ കഴിഞ്ഞത്? കാരണം ഒന്നു മാത്രം, പാപിയായ മനുഷ്യനോട് തോന്നിയ നിരൂപാധിക സ്നേഹം, അൺകണ്ടീഷണൽ ലവ്. അതെ, ആ മരണം കൊണ്ട് എനിക്കും താങ്കൾക്കും ലഭിക്കാൻ പോകുന്ന ഭാഗ്യം മുന്നിൽ കണ്ട് അവിടുന്ന് മരണം ആസ്വദിച്ചു എന്നതാണ് സത്യം. ദൈവം സ്നേഹം തന്നെ എന്നുള്ള ബൈബിളിൻ്റെ പ്രസ്താവന ഈ സത്യത്തിന് അടിവരയിടുകയാണ്. ആയതിനാൽ അവിടുന്ന് മരിച്ചത് സങ്കടത്തോടെയല്ല, നിറഞ്ഞ സന്തോഷത്തോടുകൂടെയാണ്. പൂർണ്ണമായ പാപമോചനത്തിന് മാർഗമാറായുന്ന മനുഷ്യന് മുൻപിൽ മതങ്ങൾ മൗനം പാലിക്കുമ്പോൾ മാനവരാശിയുടെ മുഴുവൻ പാപത്തിൻ്റെയും ശിക്ഷ ക്രൂശിൽ അനുഭവിച്ചു തീർക്കുകയും അത് വിശ്വസിച്ചേറ്റു പറയുന്നവർക്ക് എന്നേക്കുമുള്ള പാപമോചനം നൽകുകയും ചെയ്യുന്ന അതിമഹത്തായ പദ്ധതിയുടെ സാക്ഷാത്കാര സംതൃപ്തിയോടെയാണ് സകലവും നിവൃത്തിയായി എന്ന് പറഞ്ഞ് പ്രാണനെ ഏൽപ്പിച്ചു കൊടുത്തത്. മാത്രമല്ല, 3-ാം നാൾ മരണത്തെ ജയിച്ചുയർത്തെഴുന്നേറ്റ് ഇന്ന് സ്വർഗത്തിൽ ജീവിക്കുകയും ചെയ്യുമ്പോൾ പിന്നെ നാം എന്തിനു ദുഃഖിക്കണം? ദുഃഖിക്കുന്നുവെങ്കിൽ നമ്മെക്കുറിച്ചോർത്തു ദുഃഖിക്കണം. അവിടുന്ന് പറഞ്ഞത് എന്നെ ചൊല്ലി കരയണ്ട, നിങ്ങളെയും നിങ്ങളുടെ മക്കളെയും ചൊല്ലി കരയണമെന്നാണ്. എന്ന് വെച്ചാൽ കർത്താവ് ആഗ്രഹിക്കുന്നത് നാം ആണ്ടിലൊരിക്കൽ അവിടുത്തെ മരണദുഃഖം യാന്ത്രികമായി ആചരിക്കണമെന്നല്ല. പകരം കാൽവറിയിലെ രക്താഭിഷിക്തമായ മരക്കുരിശിന് പിന്നിലെ യാഥാർത്ഥ്യം ഉൾക്കൊണ്ട് ഇപ്രകാരം ഏറ്റുപറയുക: കർത്താവേ, ഞാനൊരു പാപിയാണ്, നരകയോഗ്യനാണ്. അങ്ങയുടെ ക്രൂശ് മരണം എൻ്റെ പാപത്തിന് പ്രായശ്ചിത്തമായിരുന്നു. എനിക്കായുള്ള ശിക്ഷ അവിടെ നിന്ന് അനുഭവിച്ചു. അങ്ങ് പുനരുത്ഥാനം ചെയ്തു എന്ന സത്യവും പുനരാഗമനം ചെയ്യുമെന്ന വാഗ്ദാനവും ഞാൻ വിശ്വസിക്കുന്നു. എന്നെ അങ്ങയുടെ മകനാക്കണമേ. അങ്ങയെ എൻ്റെ കർത്താവും രക്ഷിതാവുമായി ഞാൻ അംഗീകരിക്കുന്നു. എന്നെ അങ്ങേക്കായി സമർപ്പിക്കുന്നു. ഈ പ്രാർത്ഥനാ വാചകങ്ങൾ താങ്കളുടെ ഹൃദയത്തിൽ നിന്ന് ഉയർന്ന് അധരങ്ങളിൽ നിന്ന് അടർന്നു വീഴുന്നുവെങ്കിൽ ആ നിമിഷം താങ്കൾ ദൈവത്തിൻ്റെ മകനാകും. സ്വർഗം താങ്കളെ പാപി എന്ന് പേര് മാറ്റി വിശുദ്ധൻ എന്ന് പ്രഖ്യാപിക്കും. താങ്കൾ നിത്യസ്വർഗ പ്രവേശനത്തിന് യോഗ്യനായിട്ട് മാറും. യേശുക്രിസ്തു തൻ്റെ മരണം കൊണ്ട് സാധ്യമാക്കിയ ഈ പ്രയോജനം എല്ലാവർക്കും അനുഭവവേദ്യമാകട്ടെ എന്ന പ്രാർത്ഥനയോടെ നിർത്തുന്നു. ദൈവം എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ.